PC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് ഡെയിലി നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഇപ്പോൾ ഏകദേശം നമ്മൾ 20ഓളം ക്ലാസ്സുകൾ സിലബസ് ബേസ്ഡ് ആയിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ്. ഈ സിലബസ് പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ ഇപ്പോൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിജ്ഞാനമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലേതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്? കേരളത്തിലെ ജില്ലകളെക്കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കേരളം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കിയാണ് ഇന്ന് 6ാമത്തെ ജില്ലയായിട്ടുള്ള ഇടുക്കി ജില്ലയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടും തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇടുക്കി ജില്ലയെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും പഠിക്കാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇടുക്കി നിലവിൽ വന്നത് 1972 ജനുവരി 26-ാം തീയതിയാണ്. ഇടുക്കി ജില്ല എന്നാണ് നിലവിൽ വന്നത്? 1972 ജനുവരി 26-ാം തീയതിയാണ് ഇടുക്കി ജില്ല നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയുടെ ഏകദേശ വിസ്തീർണം 4358 ചതുരശ്ര കിലോമീറ്ററാണ്. എത്രയാണ്? 4358 ചതുരശ്ര കിലോമീറ്ററാണ് ഇടുക്കി ജില്ലയുടെ ഏകദേശ വിസ്തീർണം. ലോകസഭാ മണ്ഡലങ്ങൾ 1, നിയമസഭാ മണ്ഡലങ്ങൾ 5, താലൂക്കുകൾ 5. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. എവിടെയാണ്? പൈനാവാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. ഇടുക്കിയുടെ വാണിജ്യ തലസ്ഥാനം കട്ടപ്പനയാണ്. ഇടുക്കിയുടെ വാണിജ്യ തലസ്ഥാനം കട്ടപ്പന. അപ്പോൾ 1972 ജനുവരി 26-ന് നിലവിൽ വന്നു. 4358 ചതുരശ്ര കിലോമീറ്ററാണ് ഏകദേശ വിസ്തീർണം. ലോകസഭാ മണ്ഡലങ്ങൾ 1, നിയമസഭാ മണ്ഡലങ്ങൾ 5, താലൂക്കുകളും 5. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. ഇടുക്കിയുടെ വാണിജ്യ തലസ്ഥാനം കട്ടപ്പനയാണ്. ഇനി കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറ. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ പഴക്കൂട. കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ പവർ ഹൗസ്. എന്തുകൊണ്ടാണ്? കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് എല്ലാം ഇടുക്കിയിലാണുള്ളത്. അതുകൊണ്ട് കേരളത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല എന്ന പ്രത്യേകതയും ഇടുക്കിക്കുണ്ട്. ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല. ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല. അപ്പോൾ കുടിയേറ്റക്കാരുടെ ജില്ല, കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറ, കേരളത്തിൻ്റെ പഴക്കൂട, കേരളത്തിൻ്റെ പവർ ഹൗസ്, റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല, ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല. കൂടുതൽ ഏലം, തേയില, കുരുമുളക്, ഉരുളക്കിഴങ്ങ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ ഏലവും തേയിലയും കുരുമുളക്, ഉരുളൻകിഴങ്ങ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയ്ക്കാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പവർ ഹൗസ് എന്ന് ഇടുക്കി അറിയപ്പെടാൻ കാരണം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശമുള്ള ജില്ലയും ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശമുള്ള ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏലം, തേയില, കുരുമുളക്, ഉരുളം കിഴങ്ങ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശമുള്ളതും ഏത് ജില്ലയ്ക്കാണ്? ഇടുക്കി ജില്ലയ്ക്കാണ്. ഇടനാട് പ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മലനാട് പ്രദേശമാണ് എവിടെയുള്ളത്? ഇടുക്കി ജില്ലയിലുള്ളത്. ഇടനാട് പ്രദേശം ഏറ്റവും കുറവുള്ള ജില്ലയാണ് ഏത്? ഇടുക്കി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. കാരണം കൂടുതലും കർഷകരാണ് ഇടുക്കി ജില്ലയിൽ കൂടുതലുള്ളത്. മലയോര പ്രദേശമാണ്. പലതരം കൃഷികളാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല. സൈലന്റ് വാലി ഒഴികെ ബാക്കി എല്ലാ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി എവിടെയാണ്? അത് പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി ഒഴികെയുള്ള ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല.
അപ്പോൾ 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. അപ്പോൾ ഇടനാട് പ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല, ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല, 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയും അതുപോലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ലയും ഏതാണ്? ഇടുക്കിയാണ്. ഇനി മൂന്നാറിനെ കുറിച്ച് പഠിക്കാം. അതായത് ഇടുക്കിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാറിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ മൂന്നാറിൽ ആരൊക്കെ പോയിട്ടുണ്ട്? കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ആണ് മൂന്നാർ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഏതാണ്? മൂന്നാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേയില മ്യൂസിയം നിലവിലുള്ളത് മൂന്നാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേയില മ്യൂസിയം നിലവിലുള്ളത് എവിടെയാ? മൂന്നാറാണ്. തെക്കേ ഇന്ത്യയിലെ കാശ്മീർ, കേരളത്തിൽ കാശ്മീർ, കിഴക്കിൻ്റെ കാശ്മീർ എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് മൂന്നാർ. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ കാശ്മീർ എന്നും കേരളത്തിലെ കാശ്മീർ എന്നും കിഴക്കിൻ്റെ കാശ്മീർ എന്നും ഒക്കെ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മൂന്നാറാണ്. എന്തുകൊണ്ടാണ്? അവിടെ തണുപ്പ് കൂടുതലുകൊണ്ടാണ് ഈ കാശ്മീർ എന്ന പേരില്ലേ. തെക്കേ ഇന്ത്യയിലെ കാശ്മീർ, കേരളത്തിൻ്റെ കാശ്മീർ, കിഴക്കിൻ്റെ കാശ്മീർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മൂന്നാറാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗണാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാർ എന്താണ്? 3 ആറുകൾ കൂടി ചേർന്നാണ് മൂന്നാർ. ഏതൊക്കെയാണ് ഈ മൂന്നാർ? മൂന്നാറിലെ 3 ആറുകൾ നല്ലതണ്ണി, മുതിരമ്പുഴ, കുണ്ടള. ഏതൊക്കെയാണ്? നല്ലതണ്ണി, മുതിരമ്പുഴ, കുണ്ടള എന്നീ നദികളുടെ സംഗമ സ്ഥലമാണ് ഏത്? മൂന്നാർ. ഏതാണ്? നല്ലതണ്ണി, മുതിരമ്പുഴ, കുണ്ടള എന്നീ നദികളുടെ സംഗമ സ്ഥലമാണ് ഏത്? മൂന്നാർ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതി നിലവിലുള്ളത് മൂന്നാറാണ്. കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതി നിലവിലുള്ളത് എവിടെയാണ്? മൂന്നാറാണ്. ഇന്ത്യയിലെ ആദ്യ ബയോമെട്രിക് ATM നിലവിൽ വന്ന സ്ഥലം മൂന്നാറാണ്. ഇന്ത്യയിലെ ആദ്യ ബയോമെട്രിക് ATM നിലവിൽ വന്ന സ്ഥലം ഏതാണ്? മൂന്നാറാണ്. കണ്ണൻ ദേവൻ കമ്പനിയുടെ ആസ്ഥാനം ഏതാണ്? മൂന്നാറാണ്. അതുപോലെ കുണ്ടളവാലി ലൈറ്റ് റെയിൽവേ സർവീസ് നിലവിലുണ്ടായിരുന്ന സ്ഥലം, കുണ്ടളവാലി ലൈറ്റ് റെയിൽവേ സർവീസ് നിലവിലുണ്ടായിരുന്ന എവിടെയാണ്? അതും മൂന്നാറാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഏതാണ്? മൂന്നാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേയില മ്യൂസിയം മൂന്നാറാണ്. തെക്കേ ഇന്ത്യയിലെ കാശ്മീർ, കേരളത്തിലെ കാശ്മീർ, കിഴക്കിൻ്റെ കാശ്മീർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൂന്നാറാണ്. നല്ലതണ്ണി, മുതിരമ്പുഴ, കുണ്ടള എന്നീ നദികളുടെ സംഗമ സ്ഥലം മൂന്നാറാണ്. കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതി നിലവിലുള്ളത് മൂന്നാറാണ്. ഇന്ത്യയിലെ ആദ്യ ബയോമെട്രിക് ATM നിലവിൽ വന്ന സ്ഥലം മൂന്നാറാണ്. കണ്ണൻ ദേവൻ കമ്പനിയുടെ ആസ്ഥാനം മൂന്നാറാണ്. കുണ്ടളവാലി ലൈറ്റ് റെയിൽവേ സർവീസ് നിലവിലുണ്ടായിരുന്ന സ്ഥലം ഏതാണ്? മൂന്നാറാണ്. ഈ പ്രത്യേകതകളൊക്കെ മൂന്നാറിന് സ്വന്തമാണ്. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഏത് ജില്ലയിലാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? അതും ഇടുക്കി ജില്ലയിലാണെന്ന് ഓർക്കുക. കേരള സർക്കാർ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥാപിക്കുന്ന ജില്ലയും ഇടുക്കി തന്നെയാണ് കേട്ടോ. കേരള സർക്കാർ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥാപിക്കുന്ന ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ ഏതാ? തൊടുപുഴയാണ് ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് ഏതാ? കണ്ണൻ ദേവൻ ഹിൽസ് ആണ് കേട്ടോ. കണ്ണൻ ദേവൻ ഹിൽസ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് ഏതാണ്? കുടയത്തൂർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് ആയിട്ടുള്ള കണ്ണൻ ദേവൻ ഹിൽസും കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് ആയിട്ടുള്ള കുടയത്തൂരും സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനമാണ് ചിന്നക്കനാൽ. കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം ഏതാണ്? ചിന്നക്കനാലാണ്. അപ്പോൾ പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. കുടിയേറ്റ സ്മാരക ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. കേരള സർക്കാർ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥാപിക്കുന്ന ജില്ല ഇടുക്കിയാണ്. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ എവിടെയാ? ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജാണ് കണ്ണൻ ദേവൻ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജാണ് കുടയത്തൂറും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം ചിന്നക്കനാലാണ്. അതും സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഹരിത കേരള മിഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൻ്റെ ആദ്യ ഹരിത ടൂറിസ്റ്റ് ചെക്ക് പോസ്റ്റ് നിലവിൽ വന്ന പ്രദേശം വാഗമണ്ണാണ്. ഹരിത കേരള മിഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്ന പ്രദേശം ഏതാണ്? വാഗമണ്ണാണ്. 2020 ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം പേർ മരിച്ച ഇടുക്കി ജില്ലയിലെ പ്രദേശമാണ് ഏത്? പെട്ടിമുടി. 2020 ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം പേര് മരിച്ച ഇടുക്കി ജില്ലയിലെ പ്രദേശം പെട്ടിമുടിയാണ്. കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ ഗ്രാമസഭ കട്ടപ്പനയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ ഗ്രാമസഭ ഏതാണ്?
കട്ടപ്പനയാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ പദ്ധതിയാണ് രാമക്കൽമേട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയുടെ പദ്ധതി ഏതാ? രാമക്കൽമേടാണ്. പ്രശസ്തമായ കുറുവൻ കുറത്തി ശില്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഈ രാമക്കൽമേട് തന്നെയാണ്. പ്രശസ്തമായ കുറുവൻ കുറത്തി ശില്പം സ്ഥിതി ചെയ്യുന്ന ഇവിടെ തന്നെയാണ്, ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടാണ്. അപ്പോൾ ഹരിത മിഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ആദ്യ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്ന പ്രദേശം വാഗമണ്ണാണ്. 2020 ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം പേർ മരിച്ച ഇടുക്കി ജില്ല പ്രദേശം പെട്ടിമുടിയാണ്. കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭ കട്ടപ്പനയാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ല പദ്ധതി രാമക്കൽമേടാണ്. രാമക്കൽമേട് തന്നെയാണ് കുറുവൻ കുറത്തി ശില്പവും സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് എവിടെയാണ്? ഇടമലക്കുടിയാണ്. ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് കൂടിയാണ് ഇടമലക്കുടി കേട്ടോ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്തും കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്തുമാണ് ഇടമലക്കുടി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമം എന്ന ഖ്യാതി മാർക്ക് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിക്കാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത്, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമം, ഈ ഒരു ഖ്യാതിയൊക്കെ നമ്മുടെ ഇടമലക്കുടിക്കാണ്. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിക്ക് സ്വന്തമാണ്. സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് പഞ്ചായത്ത് അതും ഇടമലക്കുടിയാണ് കേട്ടോ. സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് പഞ്ചായത്തും ഏത് തന്നെയാണ്? ഇടമലക്കുടി തന്നെയാണ്. കേരളത്തിലെ വെളുത്തുള്ളി ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശം. കേരളത്തിലെ വെളുത്തുള്ളിയും ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശം വട്ടവടയിലെ ഇടുക്കി ജില്ലയിലെ വട്ടവടയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ പഞ്ചായത്ത്, കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ പഞ്ചായത്ത് ഏതാണ്? കുമളിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിസ്തൃതി കൂടിയ പഞ്ചായത്ത്. അത് ഇടുക്കി ജില്ലയിലാണ്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുമളി. തേക്കടിയുടെ കവാടം എന്നാണ് കുമളി അറിയപ്പെടുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കുമളി പഞ്ചായത്താണ് കേട്ടോ. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കുമളി പഞ്ചായത്താണ്. ഇനി മുനിയറകളുടെ നാടെന്നറിയപ്പെടുന്ന സ്ഥലം മറയൂരാണ്. മുനിയറകളുടെ നാടെന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മറയൂറാണ്. അപ്പോൾ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. കേരളത്തിലെ വെളുത്തുള്ളിയും ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശം ഇടുക്കി ജില്ലയിലെ വട്ടവടയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ പഞ്ചായത്ത് കുമളിയാണ്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കുമളിയാണ്. മുനിയറകളുടെ നാടെന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? ഇടുക്കി ജില്ലയിലെ മറയൂരാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇന്ത്യയിലെ ആദ്യ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ മറയൂരാണ്. മറയൂർ ശർക്കര വളരെ ഫേമസ് ആണല്ലേ. മറയൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ശർക്കരയാണല്ലേ ഓടി വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ മറയൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിദത്ത ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലവും മറയൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിദത്ത ചന്ദനക്കാടുകൾ, അതായത് മനുഷ്യൻ വെച്ച് പിടിപ്പിച്ചതല്ല, പ്രകൃതിയാലുള്ള ഏറ്റവും കൂടുതലുള്ള ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ്? മറയൂർ തന്നെയാണ്. ഭൗമസൂചിക ലഭിച്ച മറയൂർ ഉൽപ്പന്നമാണ് മറയൂർ ശർക്കര. ഭൗമസൂചിക പദവി ലഭിച്ച മറയൂരിലെ ഉൽപ്പന്നം ഏതാ? മറയൂർ ശർക്കരയാണ്. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഉടമ്പന്നൂരാണ്. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം അത് ഏത്? ഇടുക്കി ജില്ലയിലാണ്. സമ്പൂർണ്ണ തേൻ ഉൽപ്പാദക പഞ്ചായത്തും അതും ഉടമ്പന്നൂരാണ്. സമ്പൂർണ്ണ തേൻ ഉൽപ്പാദക പഞ്ചായത്തും എവിടെയാണ്? ഉടമ്പന്നൂരാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിദത്ത ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം മറയൂർ. ഭൗമസൂചിക പദവി ലഭിച്ച മറയൂരിലെ ഉൽപ്പന്നം മറയൂർ ശർക്കര. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഉടമ്പന്നൂർ. സമ്പൂർണ്ണ തേൻ ഉൽപ്പാദക പഞ്ചായത്ത് ഉടമ്പന്നൂർ. ഇത് പറയുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിൽ. കാറ്റ് ലാൻഡ് ഫോർഡർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാട്ടുപ്പെട്ടിയാണ്. ഇൻഡോസിസ് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ആദ്യ മാതൃക കന്നുകാലി ഗ്രാമം എന്നാണ് മാട്ടുപ്പെട്ടി അറിയപ്പെടുന്നത്. കാറ്റ്ലാൻഡ് ഫോർഡർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടിയിലാണ്. ഇൻഡോസിസ് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നതും മാട്ടുപ്പെട്ടിയിലാണ്. കേരളത്തിലെ ആദ്യ മാതൃക. ഇനി കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം സ്ഥാപിതമായ സ്ഥലമാണ് മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം സ്ഥാപിതമായത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലാണ്. കേരള സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടിയാണ്. കേരളത്തിലെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ പുറ്റടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വണ്ടൻമേടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോലയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൻ്റെ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഏക സ്ഥലം, കേരളത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഏക സ്ഥലം കാന്തല്ലൂരാണ്. കേരളത്തിലെ ഏക ഗോത്ര രാജാവ് കോഴിമല രാജാവാണ് കേട്ടോ. കേരളത്തിലെ ഏക ഗോത്ര രാജാവാരാണ്? കോഴിമല രാജാവാണ്. കേരള തമിഴ്നാട് അതിർത്തി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രമാണ്.
കേരള തമിഴ്നാട് അതിർത്തി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം സ്ഥാപിതമായത് മാട്ടുപ്പെട്ടിയാണ്. കേരള സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോലയാണ്. കേരളത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഏക സ്ഥലം കാന്തല്ലൂരാണ്. കേരളത്തിലെ ഏക ഗോത്ര രാജാവ് കോഴിമല രാജാവാണ്. കേരള തമിഴ്നാട് അതിർത്തി സ്ഥിതി ചെയ്യുന്ന മംഗളദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇനി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ട് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള കുത്തുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളമാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് അതേതാ? മാങ്കുളമാണ്. ഇടുക്കിയെയും മധുരയും ബന്ധിപ്പിക്കുന്ന ചുരം ബോഡി നായ്ക്കുന്നൂർ ചുരം. ബോഡി നായ്ക്കുന്നൂർ ചുരമാണ് ഇടുക്കിയെയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. വിനോദസഞ്ചാരികളുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഇടുക്കി മൂന്നാർ തേക്കടിയാണ്. വിനോദസഞ്ചാരികളുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? ഇടുക്കി മൂന്നാർ തേക്കടിയാണ്. നാഷണൽ അഡ്വഞ്ചർ പ്രൊജക്ട് അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ദേവികുളമാണ്. ദേവികുളം എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. നാഷണൽ അഡ്വഞ്ചർ പ്രൊജക്ട് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ദേവികുളമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാറാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയാണ്? നേര്യമംഗലമാണ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാ? ഇരവികുളമാണ്. അതും ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം അത് സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതായത് സൈലന്റ് വാലി ഒഴികെയുള്ള ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ, സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളം, ഇടുക്കിയെയും മധുരയും ബന്ധിപ്പിക്കുന്ന ചുരം ബോഡി നായ്ക്കന്നൂർ ചുരം, വിനോദസഞ്ചാരിയുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഇടുക്കി മൂന്നാർ തേക്കടി, നാഷണൽ അഡ്വഞ്ചർ പ്രൊജക്ട് അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ദേവികുളം, കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ, രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ഇനി നമുക്ക് ഇടുക്കി ജില്ലയിലെ പ്രധാന നദികൾ നോക്കാം. എത്ര നദികളാണ് ഇടുക്കി ജില്ലയിൽ പ്രധാനമായിട്ടുള്ളത്? നദികൾ 2 പ്രധാനമായിട്ടും ഇടുക്കി ജില്ലയിൽ ഉള്ള നദികൾ. ഒന്ന് പെരിയാറും, കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാറും, അതുപോലെ തന്നെ പാമ്പാറുമാണ് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന 2 നദികൾ. ഇനി ഇടുക്കി ജില്ലയിലൂടെ ഉള്ള കൊടുമുടികൾ, ഒത്തിരി കൊടുമുടികൾ ഇടുക്കി ജില്ലയിലുണ്ട് കേട്ടോ. ആനമുടി, മീശപ്പുലിമല, കുമാരിക്കൽ മല, ഏലമല, ശിവഗിരിമല, കോട്ടമല, മീനുളിയൻ പാറ, ചൊക്രാമുടി എന്നൊക്കെ പറയുന്ന നിരവധി കൊടുമുടികൾ ഇടുക്കി ജില്ലയിലുണ്ട്. ഏതൊക്കെയാണ്? ആനമുടി, മീശപ്പുലിമല, കുമാരിക്കൽ മല, ഏലമല, ശിവഗിരിമല, കോട്ടമല, മീനുളിപ്പാറ, ചക്രാമുടി എന്നിവയൊക്കെ ഈ ഇടുക്കി ജില്ലയിലെ പ്രധാന. തൊമ്മൻകുത്ത്, വാളറ, ആറ്റുകാൽ, ചീയപ്പാറ, ലക്കം, തൂവാനം, മദാമക്കുളം, തേന്മാരിക്കുന്ന്, പവർ ഹൗസ് ഫാൾസ് എന്നൊക്കെ പറയുന്നത് വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ ഇടുക്കി ജില്ലയിലെ. ഇനി ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ, ചെങ്കുളം, നേര്യമംഗലം, പന്നിയാറ്, ഇടുക്കി, ലോവർ പെരിയാറ്, മാട്ടുപ്പെട്ടി, കുത്തുങ്കൽ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികളും എവിടെയുണ്ട്? നമ്മുടെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, നേര്യമംഗലം, പന്നിയാറ്, ഇടുക്കി, ലോവർ പെരിയാറ്, മാട്ടുപ്പെട്ടി, കുത്തുങ്കൽ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതികളുണ്ട്. ഈ ദേശീയോദ്യാനങ്ങൾ ഇരവികുളം, പെരിയാറ്, ആനമുടിച്ചോല, മതികെട്ടാം ചോല, പാമ്പാടും ചോല. അതായത് സൈലന്റ് വാലി ഒഴികെയുള്ള ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇടുക്കി ജില്ലയെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇടുക്കി ജില്ലയെക്കുറിച്ച് നമ്മൾ കംപ്ലീറ്റായി നോക്കിയിട്ടുണ്ട്.